ഗതാഗതക്കുരുക്കിൽപ്പെടാതെ യാത്ര സുഗമമാക്കുന്ന ഒന്നാണ് റെയിൽവേ. അത്തരത്തിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് റെയിൽവേയുടെ ഒരു പുത്തൻ നീക്കം. മലബാറിന്റെ യാത്രാ ദുരിതങ്ങൾക്ക് ആശ്വാസമേകി മംഗലാപുരത്തിനും തിരുനെൽവേലിക്കുമിടയിൽ കേരളത്തിലൂടെ പുതിയൊരു ട്രെയിൻ കൂടി വരുന്നു. മംഗളൂരു തിരുനെൽവേലി മംഗളൂരു പ്രതിവാര ട്രെയിൻ ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയതായാണ് വിവരം. ഈ ട്രെയിനിന്റെ ഉദ്ഘാടനം മാർച്ച് 11 നടന്നേക്കും. മധുര വഴി മംഗളൂരുവിനും രാമേശ്വരത്തിനും ഇടയിലോടുന്ന പുതിയ ട്രെയിനിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നേ ദിവസം നിർവഹിക്കും. ഇതോടൊപ്പം ഈ ട്രെയിനിന്റെ ഉദ്ഘാടനവും ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. മധുര വഴിയായിരിക്കും മംഗളൂരു തിരുനെൽവേലി പ്രതിവാര ട്രെയിൻ ഓടുക. ഈ ട്രെയിനിൽ നിന്ന് കേരളത്തിൽ മാത്രം 6 സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമെന്ന് വിവരമുണ്ട്. തിരുനെൽവേലി മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടും. ഈ ട്രെയിൻ വ്യാഴാഴ്ച രാവിലെ 6:55 മംഗളൂരു ജംഗ്ഷനിലെത്തും. മംഗളൂരു ജംഗ്ഷൻ തിരുനെൽവേലി എക്സ്പ്രസ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ 7:45 തിരുനെൽവേലിയിലെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം രാമേശ്വരം മംഗലാപുരം സെൻട്രൽ ട്രെയിനിന്റെ യാത്രയും തുടങ്ങുക മാർച്ച് 11 ഏറെക്കാലമായി മലബാറിലെ യാത്രക്കാർ ആവശ്യപ്പെടുന്നതാണിത്. പ്രതിവാര ട്രെയിനാണെങ്കിലും തിരക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ ഇത് സഹായകമായേക്കും. മംഗളൂരു സെൻട്രൽ രാമേശ്വരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 2024 ഏപ്രിൽ അനുവദിച്ചതാണ്. എന്നാൽ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ വൈകുകയായിരുന്നു. ഈ 2 ട്രെയിനുകളും തെക്കൻ തമിഴ്നാടിനെ മംഗളൂരുവുമായി ബന്ധിപ്പിക്കും. മംഗളൂരു രാമേശ്വരം ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ 5 സ്റ്റോപ്പുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ നിർത്തുക. ഇത് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ റെയിൽവേ സമീപിച്ചിട്ടുമുണ്ട്. പയ്യന്നൂർ അടക്കമുള്ള കുറച്ച് സ്റ്റോപ്പുകൾ കൂടി ട്രെയിന് നൽകണമെന്നതാണ് ആവശ്യം. നിലവിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. മംഗളൂരു രാമേശ്വരം വീക്കിലി എക്സ്പ്രസ്, തിരുനെൽവേലി മംഗളൂരു വീക്കിലി എക്സ്പ്രസ് എന്നിവയ്ക്കാണ് സ്റ്റോപ്പ് നൽകിയത്. 2024 മാർച്ചിൽ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയിൽ മാത്രം ഈ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞയാഴ്ച വീണ്ടും പ്രഖ്യാപനം വന്ന സമയത്ത് സംസ്ഥാനത്ത് പാലക്കാട് മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാകൂ എന്ന ആശങ്കയുണ്ടായിരുന്നു. തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമെന്ന് റെയിൽവേ അനൌദ്യോഗികമായി അറിയിച്ചു. അപ്പോഴും തിരൂരിന്റെ കാര്യത്തിൽ അവ്യക്തത തുടർന്നു. ഇന്നലെയാണ് അഡീഷണൽ സ്റ്റോപ്പ് എന്ന പേരിൽ തിരൂരിലും ട്രെയിൻ നിർത്തുമെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചത്. തമിഴ്നാട്ടിലെ ഉദുമലപ്പേട്ട, പരമക്കുടി എന്നീ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ 10:50 രാമേശ്വരത്തെത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30 പുറപ്പെടുന്ന ട്രെയിൻ തിങ്കളാഴ്ച രാവിലെ 6:55 മംഗളൂരുവിൽ തിരിച്ചെത്തും. ട്രെയിനിന്റെ റേക്കുകൾ രാമേശ്വരത്തെത്തിയിട്ടുണ്ട്. മലബാറിൽ നിന്ന് പഴനിയും മധുര, രാമേശ്വരം എന്നിവിടങ്ങളിലേക്കും തീർത്ഥയാത്ര നടത്തുന്നവർക്ക് പുതിയ ട്രെയിൻ ഉപകാരമാകും. നേരത്തെ നേരിട്ട് ട്രെയിൻ ലഭ്യമല്ലാത്തതിനാൽ തീർത്ഥാടകർ റോഡ് മാർഗമാണ് യാത്ര ചെയ്തിരുന്നത്. ട്രെയിനിൽ പോകുന്നവർ പാലക്കാടെത്തി അമൃത എക്സ്പ്രസിലോ ഗുരുവായൂരിൽ നിന്നുള്ള മധുര എക്സ്പ്രസിലോ ചെന്നൈ എഗ്മോറിലോ കയറി മധുരയിൽ ഇറങ്ങി അവിടെ നിന്ന് രാമേശ്വരത്തേക്കുള്ള ട്രെയിനിലോ ആയിരുന്നു പോയിരുന്നത്. ധനുഷ്കോടിയിലേക്ക് പോകുന്നവർക്കും പുതിയ ട്രെയിൻ ഉപകാരമാകും. ട്രെയിൻ ആഴ്ചയിൽ 3 തവണയെങ്കിലും ഓടിക്കണമെന്ന ആവശ്യം യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ കേരളത്തിൽ സ്പെഷ്യൽ സർവീസ് നടത്തുന്ന 6 ട്രെയിനുകൾ വൈകാതെ സ്ഥിര സർവീസാക്കി മാറ്റുമെന്നും ഇതിന് അംഗീകാരം നൽകിയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അറിയിച്ചു. കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസ്, പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്, കണ്ണൂർ കോഴിക്കോട് എക്സ്പ്രസ്, എറണാകുളം കൊല്ലം മെമു, തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ അന്ത്യോദയ, എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യലുകളാണ് സ്ഥിരം സർവീസുകളാക്കുന്നത്. ഇതോടെ ഇവയുടെ ടിക്കറ്റ് നിരക്ക് കുറയും. ആഴ്ചയിൽ 2 ദിവസമുള്ള എറണാകുളം വേളാങ്കണ്ണി സർവീസിന് പുറമെയാണ് പുതിയ എറണാകുളം വേളാങ്കണ്ണി സർവീസ് വരുന്നത്. കോട്ടയം, കൊല്ലം, ചെങ്കോട്ട, മധുര വഴിയാകും സർവീസ്. തിരുവനന്തപുരം മംഗളൂരു, അന്ത്യോദയ, കൊല്ലം വിശാഖപട്ടണം ട്രെയിനുകൾ പ്രതിവാര സർവീസുകളാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.